അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരങ്ങള് ഈ സ്ക്രീനിൽ വരും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ താരത്തിന്റെ ശബ്ദം ഞാൻ പഠിപ്പിച്ച് തരുകയും ചെയ്യും. നിങ്ങൾ എല്ലാവരും മിമിക്രി ചെയ്തിട്ട് ഈ വേദിയിൽ നിന്ന് പോകുള്ളൂ. ഓക്കെ ചേച്ചി, റെഡിയല്ലേ? ചേച്ചി ഓക്കെ, റെഡിയാണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് അത് അല്പം വോളിയം കുറച്ചിടുക, എല്ലാവർക്കും കേൾക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നേരെ സ്പോട്ട് ടെമ്പിലേക്ക് എല്ലാവരും നല്ലൊരു കൈഡി തരാം. കൗണ്ട് ഡൗൺ ചെയ്തോളൂ. ഇച്ചിരി ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ. അപ്പോൾ ഇച്ചിരി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇച്ചിരി വോളിയം ഇട്ട് തരാമോ വീഡിയോയുടെ? ഓരോ കൊലപാതകം കഴിഞ്ഞ് 1-2 കൊല്ലം അവധിയെടുക്കും. എന്നിട്ട് പോലീസിനെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും. വൃപ്പദേവിയുടെ അവസാനത്തെ കൊലയും കഴിഞ്ഞു. നമുക്ക് എന്നയ്യാത്തുള്ളത് 4 പസങ്ങ കൊല ഉറപ്പെടുത്തി പിള്ളേരെ കല്ലാലെടുത്ത് കൊണ്ടാകുക. എല്ലാവർക്കും സ്പേസ് കൊടുക്കാൻ മാത്രമാണ് എനിക്ക് പറയണം. എല്ലാവർക്കും അതിനുള്ള ടൈം കൊടുക്കണം. ഒരു ടേക്ക് 2 ടേക്ക് ആകുമ്പോൾ കോൺഷ്യസ് ആവും. ഇപ്പൊ അതിന്റെ ഇപ്പോഴത്തെ ദിവസം ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോഴൊക്കെ ഭയങ്കര കോൺഷ്യസ് ആവും. തിരിച്ചടിക്കുക ചെയ്യണം. ഔട്ടാവാനും പാടില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. എങ്കിലും അടിക്കുമ്പോൾ 10 എണ്ണത്തിൽ 7 കൊള്ളും, 3 എണ്ണം ഔട്ടും. ഞാൻ പറഞ്ഞ മോട്ടോ ചെറിയ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചോറ് വാരി കയറിയ റൂമിൻ്റെ നല്ലൊരു ഫോട്ടോ ഉണ്ട്. അത് ചുമ്മാ വരച്ചു നീനത് അന്തേന്നല്ലോ. മുകേഷ് ഡാൻസ് വെക്കാൻ പറ്റത്തില്ല, വെള്ളം കുച്ചാൻ പറ്റി, ഷട്ടി ഇടാമോ? ഇനി അതിന്റെ ഭാരം. ഈ 15ാമത്തോട്ടോടൊന്നും എനിക്ക് ഇത്ര വട്ടം മനസ്സിലാക്കി. അന്നം വെട്ടിയത് അന്നം വെട്ടിയതാ. ഞാൻ അടിച്ച് ബൂസായിരുന്നു. എടാ മോനെ, ലൈസൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ എന്റെ ലൈസൻസ് അമ്പാടിന് എടുത്തു, അത് വാങ്ങിച്ചു. അമ്പാട് ദോഷി. ഓ വേണ്ട, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട. അമ്പാട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഭാസ്കര, എല്ലാവർക്കും എന്ന് വെച്ച് കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊച്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. എല്ലാം അടിച്ചുകയറി പാ. പിന്നെ എങ്ങനെയാണ് അവർ പെരുമാറേണ്ടത്? അപമാനം ഭയന്നെല്ലാം ഉള്ളിലൊതുക്കി വിധി എന്ന് കരുതി സ്വയം ആശ്വസിച്ച് നിശബ്ദനായിരിക്കണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. കാലം മാറി സാർ. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനെയല്ല. എനിക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. And I was such a wrong position. You know, such people think it very easy, but and I felt that was a fantastic. It's not a big of ability, but at times you're the wrong place at the wrong time, you catch it. 3 பேருமே ஒருத்தரை எதிரே முடிப்படா நினைச்சேன். ஆனா 3 பேரும் சேர்த்த பச்சை மாதிரி ஒத்துக்காச்சு. விளையாட்டம் பார்த்துக்கிட்டா ஒரு வெற்றியை பார்த்துக்கிட்டா போறாங்க. பிரமாதமா விளையாடணும் அப்படிப்பட்டது இது. அப்படி நினைச்சோம். நம்ம பார்க்குற வேலை நம்ம கரெக்டாக பார்க்கறது, நமக்கா வேலை பார்க்குற அவனோட வேலை கரெக்டாக பார்க்கும். മനസ്സിലായോ? 30 வருஷத்துல முதல் தடவை ஒரு தனிக்கு இவ்வளவு ஒத்து பார்க்குறா. ஒரு ஃபுல் ஃபோர்ஸ் நிஜான தேடி கண்டுபிடிச்சதா. பட் நீங்க இருக்கக்கூடாது. நீங்க இருக்கிறது உனக்கு தாவது. இந்த சமயத்தில் நம்ம எல்லாரும் ஓடணும். மனுஷனை காப்பாற்ற மனுஷன் தான் வருவான். மேலே ஒன்று வராது, மனுஷன் தான் வருவான். அவன் பேர் டில்லி. சிங்கம் வேட்டையாடும் போது காடை செழுப்பா இருக்கிறான். அப்போ பசியோடு இருக்கும் போது காடும் பட்டினி கிடைக்கலாம். அது என்னடா சொன்னாங்க? எனக்கு பிடிச்சவனெல்லாம் கொல்ல போறாங்க. எனக்கு பிடிச்சவன தக்காடி பேருக்குண்டா வெளியில. താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ സ്പോട്ട് തന്നെയാണ്. ഞാൻ തിരിഞ്ഞ് ഇന്ന് ഡബ് ചെയ്തുകൊണ്ട് പല ചേട്ടന്മാർക്കും സംശയം തോന്നുന്നു. ഞാൻ ഇത് റെക്കോർഡ് ചെയ്തിട്ടാണോ ഡബ് ചെയ്തതെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല എന്ന് പറയുന്നു. പക്ഷെ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും. സംശയം ഉള്ളവർക്ക് വേണ്ടി നമ്മൾ ഫസ്റ്റ് കണ്ട താരത്തിന്റെ പേരെന്തായിരുന്നു? നമ്മൾ ആദ്യം കണ്ട താരത്തിന്റെ പേരെന്തായിരുന്നു? ഇന്ദ്രൻ ചേട്ടൻ. ഞാൻ ഈ ഇതിൽ പറഞ്ഞേക്കുന്ന ഡയലോഗ് എന്ന് പറയുന്നത് 5ാം പതിന്റെ ഡയലോഗാണ്. ഓരോ കൊലപാതകം കഴിഞ്ഞാൽ 1-2 കൊല്ലം അവധിയെടുക്കും.
എന്നിട്ട് പോലീസിനെയും പത്രക്കാരെയും വിശ്വസിക്കും. நீ வடிவது என்ன சொல்றது, 4 கிலோமீட்டர் பசங்க கொலவரு பிடிச்ச புள்ளால கல்லால் எடுத்து கொண்டாளுங்க. ഏയ് ഭാസ്കര എല്ലാവർക്കും എന്താ വെച്ചാൽ കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. എല്ലാം അടിച്ച് കയറി വാ. താങ്ക് യു സോ